Not in the seat. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതി നമ്പർ 987 ശ്രീ മാത്യു ടി തോമസ് നോട്ടീസ് നൽകിയത് താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണെന്ന ഭേദഗതിയോടെ അംഗീകരിക്കുന്നു. ഭേദഗതി നമ്പർ 1011 ശ്രീ രമേശ് ചെന്നിത്തല നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. 1012 ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്തു. 1012 സമാനമാണ്. മറ്റ് ഭേദഗതികൾ അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ ഒഴികെയുള്ള ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 23-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 23-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി 24-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഔദ്യോഗിക ഭേദഗതി 1400 രണ്ടാം ഉപഖണ്ഡത്തിലെ ഫിനത്തിൽ വിജ്ഞാന ശാഖകളിലെ വ്യക്തികൾ തുടങ്ങിയിട്ടുള്ളത്. 1017 ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ദ സീറ്റ്. 1021 1032 ശ്രീ മാത്യു ടി തോമസ് യെസ്. 1022 1028 1030 1038 1040 മുതൽ 1044 വരെ ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 1023 1026 1029 ശ്രീ മോൻസ് ജോസഫ് യെസ്. 1024 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നോട്ട് ഇൻ ദ സീറ്റ്. 1025 ശ്രീ രമേശ് ചെന്നിത്തല നോട്ട് ഇൻ ദ സീറ്റ്. 1027 1039 1040 ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ യെസ്. 1031 ശ്രീ കെ ബാബു നെന്മാറ യെസ്. 1030 ശ്രീ പി അബ്ദുൽ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ്. 1037 ശ്രീ കെ യു ജനീഷ് കുമാർ നോട്ട് ഇൻ ദ സീറ്റ്. 1046 ശ്രീ ലിൻഡോ ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതി നമ്പർ 1017 ശ്രീ എം കെ മുനീർ എംഎൽഎ നോട്ടീസ് നൽകിയത് അംഗീകരിക്കുന്നു. 18, 19, 20 സമാനമാണ്. എം കെ മുനീർ ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ഭേദഗതി നമ്പർ 1021 ശ്രീ മാത്യു ടി തോമസ് എംഎൽഎ നോട്ടീസ് നൽകിയത് താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന ഭേദഗതിയോടെ അംഗീകരിക്കുന്നു. ഭേദഗതി നമ്പർ 1038 ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ചതും സ്വീകരിച്ചതുമായ ഭേദഗതികൾ ഒഴികെയുള്ള ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 24-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 24-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി 25-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 1048 1053 1054 ശ്രീ പി ഉബൈദുള്ള യെസ്. 1049 ശ്രീ ഡി കെ മുരളി നോട്ട് ഇൻ ദ സീറ്റ്. 1050 ശ്രീ കുറുക്കോളി മൊയ്തീൻ യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതി നമ്പർ 1049 ശ്രീ ഡി കെ മുരളി എംഎൽഎ നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ഭേദഗതി നമ്പർ 1054 ശ്രീ പി ഉബൈദുള്ള എംഎൽഎ നോട്ടീസ് നൽകിയ ഭേദഗതി ഓരോ പഠന ബോർഡിനും ഗവേണിംഗ് കൌൺസിൽ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കേണ്ടതാണെന്ന പ്രകാരം അംഗീകരിക്കുന്നു. ശ്രീ ഉബൈദുള്ള അങ്ങയുടെ ഭേദഗതി അംഗീകരിച്ചത് മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ ഒഴികെയുള്ള ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 25-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 25-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി 26-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഞാൻ പറയാം. 1056 1059 1062 1067 1076 1078 1079 ശ്രീ ഉബൈദുള്ള യെസ്. 1056 ഖണ്ഡം 26(1) താഴെ പ്രകാരം പറയും പ്രകാരം മാറ്റുക. ഗവേഷണം, നൂതന കണ്ടെത്തലുകൾ, അക്കാദമിക് സഹകരണം, സാങ്കേതിക ശാസ്ത്ര കൈമാറ്റം, ഗവേഷണവുമായി ബന്ധപ്പെട്ട തുടർ പ്രവൃത്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിന്മേലും ചർച്ച ചെയ്യുന്നതിനും ആലോചിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായി സർവകലാശാലയിൽ ഒരു ഗവേഷണ കൌൺസിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന പ്രധാനപ്പെട്ട ഭേദഗതിയാണ്. ശ്രീ 1057 ശ്രീ മാത്യു ടി തോമസ് യെസ്. 1058 ശ്രീ കുറുക്കോളി മൊയ്തീൻ യെസ്. 1060 1063 1064 1073 ശ്രീ ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 1061 ശ്രീ രമേശ് ചെന്നിത്തല നോട്ട് ഇൻ ദ സീറ്റ്. 1065 ശ്രീ മോൻസ് ജോസഫ് യെസ്. 1066 ഡി കെ മുരളി നോട്ട് ഇൻ ദ സീറ്റ്. 1068 ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ദ സീറ്റ്. 1072 ശ്രീ മുരളി പെരുന്നെല്ലി നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതി നമ്പർ 1057 ശ്രീ മാത്യു ടി തോമസ് എംഎൽഎ നോട്ടീസ് നൽകിയത് താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന ഭേദഗതിയോടെ അംഗീകരിക്കുന്നു.
ഭേദഗതി നമ്പർ 1072 ശ്രീ മുരളി പെരുന്നല്ലി നോട്ടീസ് നൽകിയത് അംഗീകരിക്കുന്നു. മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നു. മുരളി പെരുന്നല്ലി ഇല്ല, ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ ഒഴികെയുള്ള മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 26-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 26-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. 27-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 1082 ശ്രീ A.K.M. അഷ്റഫ്, യെസ്. 1085 ശ്രീ K.D. പ്രസേനൻ, നോട്ട് ഇൻ ദ സീറ്റ്. 1086 ശ്രീ P. ഉബൈദുള്ള, യെസ്. 1087 ശ്രീമതി U. പ്രതിഭ, നോട്ട് ഇൻ ദ സീറ്റ്. 1088 ശ്രീ മാത്യു ടി തോമസ്, യെസ്. 1089 ശ്രീ രമേശ് ചെന്നിത്തല, നോട്ട് ഇൻ ദ സീറ്റ്. 1090 ശ്രീമതി K. ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 1091 ശ്രീ K. N. ഉണ്ണികൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടല്ലോ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതി നമ്പർ 1081 ശ്രീ UR പ്രദീപ് MLA നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ഭേദഗതി നമ്പർ 1082 ശ്രീ MKM അഷ്റഫ് MLA നോട്ടീസ് നൽകിയത് അംഗീകരിക്കുന്നു. 1083-84 സമാനമാണ്. ഭേദഗതി നമ്പർ 1085 ശ്രീ KD പ്രസേനൻ MLA നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ഭേദഗതി നമ്പർ 1087 ശ്രീമതി U. പ്രതിഭ നോട്ടീസ് നൽകിയത് ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. 1088 ശ്രീ മാത്യു ടി തോമസ് നോട്ടീസ് നൽകിയത് താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന ഭേദഗതിയോടെ അംഗീകരിക്കുന്നു. 1090 ശ്രീമതി KK ശൈലജ ടീച്ചർ MLA നോട്ടീസ് നൽകിയത് അംഗീകരിക്കുന്നു. ഔദ്യോഗികമായിട്ട് മൂവ് ചെയ്യുന്നു. ഭേദഗതി നമ്പർ 1091 ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA നോട്ടീസ് നൽകിയത് മൂവ് ചെയ്യുന്നു. മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ ഒഴികെയുള്ള ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 27-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 27-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി 28-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 1093, 1001, 1101 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. 1094 ശ്രീമതി ശാന്തകുമാരി K, യെസ്. 1095 ശ്രീ V. ശശി, നോട്ട് ഇൻ ദ സീറ്റ്. 1097 ശ്രീ N. A. നെല്ലിക്കുന്ന്, നോട്ട് ഇൻ ദ സീറ്റ്. 1102 ശ്രീമതി CK ആശ, യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. 28-ാം ഖണ്ഡത്തിൽ ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. അവതരിപ്പിച്ച ഭേദഗതികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 28-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 28-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു.